അമ്മ ഇന്നെന്താ പരിപാടി? സേമിയ പായസം വെക്കാറുണ്ടാണ്. സേമിയ പായസം വെല്ലം ഇട്ടിട്ടുള്ള സേമിയ പായസം. ഇത് അച്ഛനാണല്ലോ ഇഷ്ടം. ഭയങ്കര ഇഷ്ടമാണ്. അച്ഛന്റെ നാള് കഴിഞ്ഞു, മക്കള് നിങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ അത് വിട്ടു, അത്ര ആഘോഷിച്ചില്ല. അപ്പൊ ഇന്നത്തിരി സേമിയ പായസം വെക്കാം. അച്ഛന് ഇഷ്ടപ്പെട്ട പായസം. അച്ഛന്റെ പിറന്നാൾ കഴിഞ്ഞു പോയി. അപ്പൊ അച്ഛന് ഇഷ്ടപ്പെട്ട പായസമാണ് വെക്കുന്നത്. മക്കളാരും ഇല്ലാണ്ട് ആഘോഷിക്കണ്ട പറഞ്ഞിട്ട് അമ്മ വിട്ടതാണ് അല്ലേ? അപ്പൊ അച്ഛൻ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല, അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു പായസം മാത്രം ഉണ്ടാക്കാനല്ലേ മാ? അപ്പൊ ഉരുളിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തു, സേമിയ ഇട്ടു, വറുക്കല്ലേ മാ? സേമിയൊക്കെ ആയില്ലമ്മാ? അമ്മ പാല്, തേങ്ങാപ്പാല് 3-ാം പാല് ഒഴിച്ചു കൊടുക്കും. 3-ാം പാല് അല്ലേ? അമ്മ ഇനി 3-ാം പാല് കറന്ന് വേഗണല്ലേ? സേമിയൊക്കെ വന്നമ്മ? സേമിയ വെന്തു സെറ്റായി. ഇതാ അമ്മ വെല്ലം പാവ് കാച്ചിയത് ഒഴിക്കണം. സേമിയൊക്കെ നല്ല ചുരുണ്ടൂലമ്മാ? നല്ലോണം ചുരുട്ടണല്ലേ? അപ്പളാ ചാതയില്ലേ? നല്ല ടേസ്റ്റ് വരും. നമ്മുടെ അമ്പലത്തിലെ പണപ്പായസം പോലെ ഉണ്ട് ഇപ്പൊ. എല്ലൊക്കെ നല്ലോണം സെറ്റായി. അപ്പൊ അമ്മ 2-ാം പാല് ഒഴിച്ചു കൊടുക്കും. ശരിയമ്മ. ഞാൻ തിളച്ച് വരട്ടേലമ്മ? തിളച്ച് വരട്ടെ. എന്താണ് പരിപാടിയൊക്കെ ആയാ? ഇതൊക്കെ 2-ാം പാലൊക്കെ ഒഴിച്ചതൊക്കെ കുറുകി. അപ്പൊ ഇനി 1-ാം പാല് ഒഴിക്കണം. 1-ാം പാല് ഒഴിച്ചോളേ അമ്മ? എന്നാ നമ്മുടെ വെല്ലം കൊണ്ടുള്ള സേമിയ പ്രഥമൻ. സേമിയ പ്രഥമൻ അല്ലേ? റെഡിയില്ലേ? റെഡി. അപ്പൊ അതാ അമ്മ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കണം. ഏലക്കായ്പൊടി തുള്ളി നെയ്യ്, അല്പം നെയ്യ് ഒഴിച്ചു അല്ലേ? അപ്പോൾ അമ്മൻ്റെ ബെല്ലം കൊണ്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. സംഭവമൊക്കെ സെറ്റായി. ഇനി പാലൊഴിച്ച് തിളക്കണ്ടല്ലമ്മ? വേണ്ട, ഇനി ഇറക്കാം നമുക്ക്. ഇറക്കാം അല്ലേ? അപ്പോൾ അച്ഛന് ഏറ്റവും ഇഷ്ടമായ പായസമാണ് ഇത് അമ്മ വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഇതേപോലെ വെച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയിക്കുക. സാധാരണ എല്ലാവരും പാലൊഴിച്ചിട്ടല്ലേ സേമിയ പായസം വെക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ബെല്ലം ഇട്ടിട്ട് ഒന്ന് വെച്ച് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അടിപൊളിയാണ്. ഒരു പഴയൊരു രീതിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. എൻ്റെ അഭിപ്രായങ്ങളൊക്കെ അമ്മനെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം അല്ലേ മാ?